ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വിയറ്റ്നാം എയർലി പ്ലാവുമ്മ ചക്ക ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതുമില്ലത്തെ ആദ്യ വിളവെടുപ്പാണ്, കന്നി വിളവെടുപ്പാണ് കാണിക്കുന്നത്. ഇടിയൻ ചക്ക പൊട്ടിക്കണതും വിളവെടുപ്പും പിന്നെ ഇടിയൻ ചക്ക ഉപ്പേരിയും ഊണുമാണ് കാണിക്കുന്നത്. ഇടിയൻ ചക്ക എന്നാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുക. പക്ഷേ ചിലർ ഇതിനെ ഇടിച്ചക്ക എന്നും ഇടിച്ചക്ക തോരൻ എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇടിയൻ ചക്ക ഉപ്പേരി എന്നാണ് പറയുന്നത്. ഇത് ഇടിയൻ ചക്ക പൊട്ടിക്കാൻ കാരണം ചക്ക ഉണ്ടാവുമ്പോൾ എണ്ണത്തിൽ കുറേ ചക്കകൾ ഉണ്ടാവുന്നുണ്ട്. ചെറിയ ചെറിയ ചക്കകളാണ്, അധികം വലിപ്പം വെക്കുന്നില്ല. അപ്പോൾ ആദ്യം കുറച്ച് ചക്കകൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തുകയാണെങ്കിൽ, പഴുപ്പിക്കാൻ നിർത്തുകയാണെങ്കിൽ വലിപ്പത്തിലാവും, മുഴുത്ത് വരും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇടിയൻ ചക്ക എന്ന് പറയുന്നത്. ആ ചക്ക ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിച്ചിടുക. എന്നിട്ട് ഇതിൻ്റെ ഈ മൂക്ക്, ഇതാണ് മൂക്ക്, ഈ മൂക്കും ഈ മുള്ളും തൊലിയും കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. ഇതാണിത് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. ഇതിൻ്റെ ഇവിടുത്തെ മൂക്കും കളഞ്ഞുണ്ട്, പിന്നെ ഇവിടുത്തെ തൊലിയും കളഞ്ഞുണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇത് നല്ലോണം കഴുകി കുക്കറിലിട്ട് വിസിലടിക്കാം നമുക്ക്. ഇടിയൻ ചക്ക ഉപ്പേരി. ഇടിയൻ ചക്ക ഉപ്പേരിക്ക് ആവശ്യമായത് ആദ്യം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി, എന്നിട്ട് അതിലേക്ക് ചുവന്നുള്ളി വെളുത്തതും ചതച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം കുറച്ചധികം എടുക്കണം. ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ട് കൊടുത്തതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മൊരിഞ്ഞ് വരണം. വേവിച്ച് വെച്ച ഇടിയൻ ചക്ക കുക്കറിൽ വിസിലടിച്ച് വേവിച്ച് അത് ചതച്ചെടുക്കണം. ചക്ക ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ചതയ്ക്കാന്ന് പറഞ്ഞാൽ നല്ലോണം പൊടിയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇത് മിക്സിയിലല്ല ചതച്ചെടുക്കേണ്ടത്, അപ്പോൾ വല്ലാണ്ട് പൊടിയായിട്ട് പോവും. നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതക്കണ ഇടി ഉരലിലിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ചതയുള്ള പീസുകളായിട്ട് അങ്ങനെ എടുക്കും. തനി പൊടി അങ്ങനെ ചതച്ചെടുത്താലാണ് ടേസ്റ്റ് കൂടുക. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും നല്ലോണം മരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കണേ, അല്ലാണ്ട് മറ്റേ കറിയിലേക്ക് ഉപയോഗിക്കുന്ന പൊടിമുളകല്ല ഇട്ട് കൊടുക്കണം. അത് ഇത്തിരി ചെറിയ ചില്ലി ഫ്ലേക്സ് ആട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയ, കാരണം അത് പൊടിഞ്ഞു പോയി, പീസുകൾ ചെറുതായിട്ടേ കാണുള്ളൂ. ആ ചില്ലി ഫ്ലേക്സ് നല്ലോണം ഒന്ന് വരിയട്ടെ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. മുളക് ഇപ്പോൾ മൊരിഞ്ഞിട്ടുണ്ട്, നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ചതച്ച് വെച്ച ഇടിയൻ ചക്ക ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് തേങ്ങയും മുളകും ചക്കയും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി പോരാത്ത ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഡ്രൈ ആവാൻ കുറച്ച് നേരം ചെറുതീയിലിട്ട് ഇളക്കാം. ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇടിയൻ ചക്ക ഉപ്പേരി റെഡി. പിന്നെ ഇന്നത്തെ ഒരു ഊണാണ് കാണിക്കുന്നത്. ഊണ് ചെറുമണി ചോറ്, പിന്നെ വെണ്ടയ്ക്ക മീൻകറി, തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻകറി. ഇത് ഞാൻ വീഡിയോ ചാനലിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടിയൻ ചക്ക ഉപ്പേരി, ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഇടിയൻ ചക്ക ഉപ്പേരി. പിന്നെ ഉണക്കമീൻ വറുത്തത്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഇതിലിപ്പോൾ ഇടിയൻ ചക്ക ഉപ്പേരി വെച്ചേക്കണതും വീട്ടിൽ തന്നെ തക്കാളി മീൻകറി വെച്ചാൽ വെണ്ടക്കായ മീൻകറി വെച്ചാൽ തക്കാളിയും വെണ്ടക്കായും ഒക്കെ വീട്ടിലത്തെ ഐറ്റംസാണ്. ഉണക്കമീൻ വറുത്തത് മാത്രമേ പുറത്തെത്തിയുള്ളൂ.